നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ പുതിയ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിരവധി മേഖലകളിൽ പുതിയ പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഉൾപ്പെടുത്തിയ ബഡ്ജറ്റിൽ സാധാരണ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രണ്ട് പദ്ധതികളെക്കുറിച്ച് വ്യക്തമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കണക്ട് ടു വർക്ക് പദ്ധതിയും സ്ത്രീ സുരക്ഷാ പദ്ധതിയുമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ രണ്ട് പദ്ധതികളും സംസ്ഥാന രാഷ്ട്രീയത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. നിരവധി ആളുകൾ അപേക്ഷ സമർപ്പിക്കാനുള്ള നടപടികൾ എപ്പോൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ചിലർ പുതിയ ഗുണഭോക്തൃ പട്ടിക എപ്പോൾ വരുമെന്ന പ്രതീക്ഷയിലും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ ഈ രണ്ട് പദ്ധതികളെക്കുറിച്ച് പ്രത്യേകം പരാമർശമോ പുതിയ ധനവിനിയോഗമോ പ്രഖ്യാപിച്ചിട്ടില്ല. അതോടെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. പദ്ധതികൾ നിർത്തലാക്കിയോ അല്ലെങ്കിൽ പിന്നീട് പ്രഖ്യാപിക്കാനാണോ സർക്കാർ തീരുമാനിക്കുന്നത് എന്ന്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ വരുമോ? ഗുണഭോക്താക്കളുടെ എണ്ണം കുറയ്ക്കുമോ? അല്ലെങ്കിൽ നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ പഠനങ്ങൾക്ക് ശേഷമാകുമോ അന്തിമ തീരുമാനം എന്നുള്ളതാണ്. ഇത്തരം നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. സുഹൃത്തുക്കളെ, ആദ്യം കണക്ട് ടു വർക്ക് പദ്ധതിയെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. സംസ്ഥാനത്തെ തൊഴിൽരഹിതരായ യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്താനും സ്വകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു കണക്ട് ടു വർക്ക് പദ്ധതി അവതരിപ്പിച്ചത്. പ്രത്യേകിച്ച് പഠനം പൂർത്തിയാക്കിയിട്ടും തൊഴിൽ ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന യുവജനങ്ങൾക്ക് ഒരു സഹായഹസ്തം എന്ന നിലയിലായിരുന്നു പദ്ധതി വിലയിരുത്തപ്പെട്ടിരുന്നത്. നിരവധി യുവാക്കളും അവരുടെ കുടുംബാംഗങ്ങളും വലിയ പ്രതീക്ഷയോടാണ് ഈ പദ്ധതിയെ കണ്ടത്. എന്നാൽ ബജറ്റിൽ പ്രത്യേക പ്രഖ്യാപനം ഇന്ന് ഉണ്ടായില്ല. അതോടെ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ച് സംശയങ്ങൾ ശക്തമായിരിക്കുകയാണ്. ഇനി സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് നോക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസ സഹായം നൽകുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി അവതരിപ്പിക്കപ്പെട്ടത്. നിരവധി കുടുംബങ്ങൾക്കിത് വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന സ്ത്രീകൾക്ക് ഈ പദ്ധതി വലിയ പിന്തുണയായിരിക്കുമെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ ബജറ്റിലും ഈ പദ്ധതിയെക്കുറിച്ച് വ്യക്തമായ പ്രഖ്യാപനം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി അവസാനിപ്പിച്ചോ എന്ന ചോദ്യം ഇപ്പോൾ വ്യാപകമായി ഉയരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഡ്ജറ്റിൽ പരാമർശമില്ല എന്നത് മാത്രം ഒരു പദ്ധതി അവസാനിപ്പിച്ചു എന്നതിന് ഒരു തെളിവാകില്ല. സർക്കാർ ഔദ്യോഗികമായി റദ്ദാക്കിയതായി അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പല വാർത്തകളും ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കാത്തവയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ചില പദ്ധതികൾ ബജറ്റിൽ പരാമർശിക്കപ്പെടാതെ പിന്നീട് സർക്കാർ ഉത്തരവുകളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അന്തിമ നിഗമനങ്ങളിൽ എത്തുന്നത് ശരിയല്ല. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും കടബാധ്യതയും ധനപരമായ വെല്ലുവിളികളും കണക്കിലെടുത്തായിരിക്കും സർക്കാർ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ധനക്കമ്മി, കടബാധ്യത, ക്ഷേമ പദ്ധതികൾക്കുള്ള ചിലവ്, അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചായിരിക്കും പുതിയ പദ്ധതികൾക്ക് ധനവിനിയോഗം നടത്തുക. ഇതിനിടയിൽ നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ചില റിപ്പോർട്ടുകൾ പ്രകാരം സർക്കാർ കൂടുതൽ വിശദമായ പഠനങ്ങൾക്ക് ശേഷമായിരിക്കും ഈ പദ്ധതികളുടെ ഭാവിയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം എടുക്കുക എന്നതാണ്. മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം പദ്ധതികൾക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. എന്നാൽ ഇതൊന്നും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ അല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പ്രിയ പ്രേക്ഷകരെ, ഒരു കാര്യം വ്യക്തമാണ്. ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ കണക്ട് ടു വർക്ക് പദ്ധതിയെക്കുറിച്ചോ സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ചോ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അതുകൊണ്ട് പദ്ധതി നിർത്തലാക്കിയെന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാനാകില്ല. സർക്കാർ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക ഉത്തരവുകളും വിശദീകരണങ്ങളും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ പദ്ധതികളെ ആശ്രയിച്ച് കാത്തിരിക്കുന്നവർ തെറ്റായ പ്രചരണങ്ങളിൽ വീഴാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. പുതിയ അപേക്ഷകൾ, ഗുണഭോക്തൃ പട്ടിക, തുക വിതരണം, പുതിയ മാനദണ്ഡങ്ങൾ, അർഹതാ വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് സർക്കാർ വിശദീകരണം വന്നാൽ അതിന്റെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇന്നത്തെ ബജറ്റിൽ പരാമർശമില്ലാത്തത് വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ്.
ഇനി വരുന്ന ദിവസങ്ങളിൽ സർക്കാർ എന്ത് തീരുമാനിക്കുമെന്നാണ് സ്വീകരിക്കുന്നത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കണക്ട് ടു വർക്ക് പദ്ധതിയും സ്ത്രീ സുരക്ഷാ പദ്ധതിയും സർക്കാർ തുടരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങളോടെ വീണ്ടും അവതരിപ്പിക്കുമെന്നാണോ നിങ്ങളുടെ പ്രതീക്ഷ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കൂടുതൽ പ്രധാന വാർത്തകളുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.